മലപ്പുറം ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നിർമ്മിക്കുന്ന അക്കാദമിക് ആൻഡ് കാന്റീൻ ബ്ലോക്കിന്റെ ശിലാസ്ഥാപനവും നിർമ്മാണം പൂർത്തിയാക്കിയ ലൈബ്രറി ആൻഡ് അമ്യൂണിറ്റി സെന്ററിന്റെ ഉദ്ഘാടനവും നടന്നു. മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. കിഫ്ബി ഫണ്ടിൽ നിന്നും അനുവദിച്ച 18,61,00,000 രൂപ ഉപയോഗിച്ചാണ് അക്കാദമിക് ആൻഡ് കാന്റീൻ ബ്ലോക്ക് നിർമ്മിക്കുന്നത്. MLAയുടെ മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും 2,30,00,000 വിനിയോഗിച്ചാണ് ലൈബ്രറി ആൻഡ് അമ്യൂണിറ്റി സെന്റർ കെട്ടിടം ഒരുക്കിയത്. മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഓൺലൈനിലൂടെ ഉദ്ഘാടനം നിർവഹിച്ചു. അവരുടെ പരസ്പര ആശയവിനിമയം സാധ്യമാക്കാനും കോമൺ ഇൻസ്ട്രുമെന്റേഷൻ ഫെസിലിറ്റീസ് ഷെയർ ചെയ്യുന്നതിനും പേറ്റന്റുകൾ ലഭ്യമാക്കുന്നതിനുള്ള സാങ്കേതിക ഉപദേശങ്ങൾ അവർക്ക് നൽകുന്നതിനും ദേശീയ അന്തർദേശീയ തലത്തിൽ നിന്ന് ലഭിക്കുന്ന ഗ്രാന്റുകളെയും ഫെലോഷിപ്പുകളെയും സംബന്ധിച്ച് വിവരം നൽകാനും അന്തർദേശീയ നിലവാരമുള്ള ജേർണലുകളിൽ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശം നൽകുന്നതിനുമൊക്കെ മികച്ച രീതിയിൽ ഉപയോഗപ്പെടുന്ന ഒരു സംവിധാനമാണ് കേരള നെറ്റ്വർക്ക് ഫോർ ബിസിനസ് സപ്പോർട്ട് ഇൻ ഹയർ എഡ്യൂക്കേഷൻ. മലപ്പുറം ടൗൺ ഹാളിൽ വെച്ചായിരുന്നു ചടങ്ങ്. പി ഉബൈദുള്ള MLA അധ്യക്ഷനായി. അദ്ദേഹം ഫലകം അനാച്ഛാദനവും ചെയ്തു. ഏറെ അഭിമാനത്തോടുകൂടിയാണ് ഇന്ന് ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുന്നു. വിനീതനായ ഞാൻ മലപ്പുറം നിയോജക മണ്ഡലത്തിൽ നിന്ന് MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം എൻ്റെ ആദ്യത്തെ നിയമസഭാ പ്രസംഗത്തിൽ ഞാൻ ആവശ്യപ്പെട്ടൊരു കാര്യമാണ് മലപ്പുറത്ത് ഒരു ഗവൺമെൻറ് വനിതാ കോളേജ് കാണുന്നത്. വനിതാ കോളേജ് ലഭിക്കും എന്ന പ്രതീക്ഷ അന്ന് എനിക്കുണ്ടായിരുന്നു. ഇങ്ങനെ ആശയം എൻ്റെ മനസ്സിൽ ഉയർന്നു വരാൻ പ്രധാനമായും കാരണം മലപ്പുറം ഗവൺമെൻറ് കോളേജ് നമുക്ക് എല്ലാവർക്കും അറിയാം, ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ പഠിക്കുന്ന കോളേജ്. എന്നാൽ 80% ആ കോളേജിൽ ഇപ്പോഴും പെൺകുട്ടികളാണ് പഠിക്കുന്നത്. കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ കെ സുധീർ, ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ, മലപ്പുറം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വി റിനിഷ, മൊറയൂർ പഞ്ചായത്ത് അധ്യക്ഷൻ M അബ്ദുൽ ജലീൽ, നഗരസഭ വൈസ് ചെയർപേഴ്സൺ ജിതേഷ് ജി അനിൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹാരിസ് ആമിയാൻ, നഗരസഭാ കൗൺസിലർമാരായ KK ഉമ്മർ, അബ്ദുൾ റഷീദ്, MK അനിൽകുമാർ, നജിമ ബി, സദ്ദാദ് കാംബ്ര, സഫീർ ഉലുവാൻ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജസീർ അടാട്ടിൽ, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ റഹീന തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. നമ്മുടെ കുബൂസ് അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.